നമസ്കാരം. വാസ്തവം വാസ്തുശാസ്ത്രം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് സുജി. നമസ്കാരം. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ വായിക്കാം. ഞാൻ വീട് പണി ചെയ്യുന്ന പുരയിടത്തിന്റെ തെക്കു ഭാഗത്താണ് റോഡ് വരുന്നത്. തെക്കു ദർശനമായി വീട് വയ്ക്കുന്നതിൽ ദോഷമുണ്ടോ? തെക്ക് ദർശനമായി വീട് വയ്ക്കുന്നതിൽ ദോഷമൊന്നുമില്ല. എന്നാലും ഒന്നാം സ്ഥാനം കിഴക്ക് ദർശനം തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ച് ഭൂമി സാധാരണ പടിഞ്ഞാറുന്ന് കിഴക്കോട്ടാണല്ലോ അത് കറങ്ങുന്നത്. അതുകൊണ്ട് ആ കറങ്ങുന്ന ദിശയിലേക്ക് ആ കിഴക്കോട്ട് വീട് വെക്കുന്നതാണ് ഒന്നാം സ്ഥാനം. എന്നാൽ തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വയ്ക്കുന്നതിൽ ദോഷമൊന്നുമില്ല. പണ്ട് കാലത്ത് 4 കെട്ട് ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അത് കിഴക്കോട്ട് ഒരു മെയിൻ വീടും, പിന്നെ വടക്കത്, തെക്കിന്, പടിഞ്ഞാറ്റിന്, ഇങ്ങനെ 4 ദിശയിലേക്കും ചെയ്യാറുണ്ട്. അതിന് അന്ന് ഓരോ കണക്കും പറഞ്ഞിരുന്നു. കിഴക്കോട്ട് ചെയ്യുന്ന വീടിന് വൃഷഭയോനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ കണക്കാണ് എടുത്തുകൊണ്ടിരുന്നത്. പടിഞ്ഞാറോട്ടിരിക്കുന്നതിന് ധ്വജയോനിയിലെ കണക്കെടുക്കും. തെക്കോട്ട് വരുന്നതിന് ഗജയോനി എന്നൊരു ഗ്രൂപ്പിലെ കണക്കും, വടക്കോട്ടിരിക്കുന്നതിന് സിംഹയോനി, ഇങ്ങനെ 4 യോനി ഗ്രൂപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 4 ദിശയിലേക്കും വീട് വയ്ക്കാം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാറ്. എന്നാലും ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് കിഴക്കോട്ട് വയ്ക്കുന്നത് തന്നെയാണ്. 2ാം സ്ഥാനം വടക്കോട്ടുമാണ്. തെക്ക് 4ാമത്തെ സ്ഥാനോട് വരണേ. പക്ഷെ അതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. പ്രത്യേകിച്ചും ഈ വഴിയുണ്ടെന്നല്ലേ പറഞ്ഞത്. തെക്കുവശത്തൊരു വഴിയുണ്ടെങ്കിൽ വഴിക്ക് അഭിമുഖമായിട്ട് ചെയ്യാമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. രാജപാതയ്ക്ക് അഭിമുഖമായി വീട് ചെയ്യാമെന്ന് വാസ്തുശാസ്ത്ര ഗ്രന്ഥം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അന്ന് രാജപാത എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ വണ്ടി ഓടുന്ന സ്ഥലവും ബസ് എന്ന് പറഞ്ഞല്ല, അന്ന് കുതിര വണ്ടിയൊക്കെ ഓടുന്ന ആ കാലഘട്ടത്തിൽ എഴുതിയതാണല്ലോ വാസ്തുശാസ്ത്രം. അങ്ങനെയുള്ള പാതയ്ക്ക് അഭിമുഖമായിട്ട് ചെയ്യാം എന്ന് വാസ്തുശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെക്ക് ദർശനത്തിന് ദോഷമൊന്നുമില്ല. മാത്രമല്ല വേറൊരു കാര്യമുള്ള, തെക്കോട്ട് ഇറങ്ങുന്നത് നല്ലതാണെന്ന് പറയുന്ന ചില നക്ഷത്രക്കാരുണ്ട്. നമ്മൾ സാധാരണ തെക്കോട്ട് വെച്ചൂടാന്ന് പൊതുവിലെ ആളുകൾ പറയും. പക്ഷെ തെക്കോട്ട് പോവാമെന്ന് പറയുന്ന നക്ഷത്രക്കാരുണ്ട്. ഭരണി, മകം, അത്തം, ചിത്തിര, അനിഴം, തൃക്കേട്ട, തിരുവോണം, ഈ നക്ഷത്രക്കാർ ഒരു യാത്ര പോകുമ്പോൾ ആദ്യം തെക്കോട്ട് പോകുന്നതാണ് നല്ലതെന്ന് ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെക്ക് ദർശനം ദോഷമൊന്നുമല്ല. തെക്ക് ദർശനമായി വയ്ക്കുന്ന വീടിന്റെ വാതിൽ കിഴക്ക് ദർശനമായി വയ്ക്കുന്നതിൽ ദോഷമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. കാരണം തെക്ക് ദർശനമായിട്ടാണ് വീട് ചെയ്തതെങ്കിൽ ആ ദർശനം എവിടെ അവിടെ തന്നെ വാതിൽ വെക്കുന്നതാണ് നല്ലത്. വാതിലിനെ പൂമുഖ വാതിൽ എന്നാണ് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട് വാതിലിനെ പറയുന്നത് പൂമുഖ വാതിൽ. അതിന്റെ മുഖത്ത്, വീടിന്റെ മുഖം എങ്ങോട്ടോ അവിടെ തന്നെ വാതിൽ വയ്ക്കണം. പണ്ട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ വായ്ക്ക് തുല്യമാണ് നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ. അപ്പൊ ഈ വായ അങ്ങ് തച്ചിട്ട് കവിളിൽ ഒരു വായിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മളുടെ ആചാര്യന്മാർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെക്കോട്ട് വീടും വെച്ചിട്ട് കിഴക്കോട്ട് അവിടെ വാതിൽ വെക്കുന്നതിന്റെ ആവശ്യമില്ല. അത് നേരായിട്ട് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ സുജിയോട് എനിക്ക് സംസാരിക്കാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇങ്ങനെ പുറംതിരിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചാൽ എത്ര നേരം എന്റെ കഴുത്തിന് വിളക്ക് വീഴും. അതുപോലെ നമ്മൾ വീട് എങ്ങോട്ടിരിക്കുന്ന അവിടെ തന്നെ വാതിൽ വെക്കുന്നതാണ് ശരിയായിട്ടുള്ള രീതി. തെക്ക് പടിഞ്ഞാറാണല്ലോ കന്നിമൂല വഴി പ്രവേശനം പാടുണ്ടോ? ഗേറ്റാണോ ഉദ്ദേശിച്ചത്? വീട്ടിലേക്കുള്ള ഗേറ്റ് യഥാർത്ഥത്തിൽ കന്നിമൂല വഴി പാടില്ല എന്നാണ് പറയുന്നത്. കന്നിമൂല വഴി കയറുന്നിടത്ത് ശാസ്ത്രീയമായിട്ട് അല്ല എങ്കിലും അനുഭവത്തിൽ കൂടെ പറഞ്ഞാൽ അവിടെ വരവിനേക്കാൾ ചെലവ് കൂടുതലെന്ന് പറയാറുണ്ട്. പക്ഷെ പിന്നെ കന്നിമൂല വഴി കയറാനേ നിവൃത്തിയുള്ളൂ എന്നുള്ള ചില സാഹചര്യങ്ങൾ ചിലയിടത്തുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് പ്രവേശിച്ചിട്ട് സാധാരണഗതിയിൽ ഒരു തുളസി തറ എന്തെങ്കിലും ചെയ്ത് അതിന് പരിഹാരമായിട്ട് ചെയ്യും. അതാണ് ചെയ്യുന്നത്. പക്ഷെ കഴിവതും കന്നിമൂല വഴി പ്രവേശനം ആയിട്ട് കൊടുക്കാതിരിക്കാനാണ് നല്ലത്. ഈ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും സംശയമുണ്ടായിരിക്കാം. അവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.